അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ച. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് BNS നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകി. ശബരിമല സന്നിധാനത്ത് വീണ്ടും തിരക്ക്. ഇന്നലെ എത്തിയത് 1 ലക്ഷത്തിനടുത്ത് ഭക്തർ. ശരംകുത്തി വരെ ഭക്തരുടെ നീണ്ട നിരയാണ്. ഇതോടെ ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് 5000 പരിമിതപ്പെടുത്തി. വർദ്ധിച്ച തോതിൽ ഭക്തജനങ്ങളുടെ വരവുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ലൈംഗികാരോപണ കേസിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശബ്ദരേഖ പുറത്ത്. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതെന്ന് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ പോകാൻ രാഹുൽ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ പരിഹസിക്കുന്നതും പുറത്തുവന്ന ശബ്ദരേഖയിലുണ്ട്. നേരത്തെ പുറത്തുവന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടുപിടിച്ചിരുന്നു. അന്നവർ പരാതി നൽകാൻ സജ്ജമായിരുന്നില്ല. ഇപ്പോൾ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. രാഹുൽ പൊതുരംഗത്ത് സജീവമായ സാഹചര്യത്തിൽ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഇത് പുറത്തുവിട്ടതാണോ എന്നും വ്യക്തമല്ല. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതി അതീവ ഗുരുതരമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും സ്ത്രീത്വത്തിനെതിരായ കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണെന്ന് V. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയ വിമർശനത്തിൽ പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും തിക്താനുഭവങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് താങ്ങാകാൻ സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൌൺസിലിംഗ്, നിയമോപദേശം, അടിയന്തര സംരക്ഷണം തുടങ്ങിയ സഹായങ്ങളുമായി 24 മണിക്കൂറും 181 എന്ന ഹെൽപ്പ് ലൈൻ നിങ്ങൾക്കായുണ്ടെന്നും മടിക്കേണ്ടതില്ലെന്നും നേരിട്ട് വിളിക്കാമെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചതോടെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ-പോരിന് ചിത്രം തെളിഞ്ഞു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കണക്ക് പ്രകാരം 72,005 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇതിൽ 37,786 പേർ സ്ത്രീകളാണ്. 34,218 പേർ പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 2 പേരും ഇക്കുറി മത്സരത്തിനുണ്ട്. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് 2 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9 തിരഞ്ഞെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 11 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീർന്നപ്പോൾ വിമതശല്യത്തിൽ വലഞ്ഞ് മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും 5 ഇടങ്ങളിൽ വിമതരുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ 10ലേറെ വാർഡിൽ UDFന് വിമത ഭീഷണിയുണ്ട്. തൃശൂരിൽ കോൺഗ്രസിനും CPMനും CPIക്കും വിമതരുണ്ട്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ കണ്ണൂരിൽ 14 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 14 പേരും CPMന്റെ സ്ഥാനാർത്ഥികളാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 5 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 6 CPM സ്ഥാനാർത്ഥികളും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 3 LDF സ്ഥാനാർത്ഥികളും എതിരാളികളില്ലാതെ വിജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ ശക്തി കേന്ദ്രമായി മാറിയ പത്തനംതിട്ടയിലെ പന്തളത്ത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി.
പന്തളത്ത് നിന്നുള്ള ബിജെപിയുടെ പ്രമുഖ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ കൊട്ടയത്ത് ഹരികുമാർ പാർട്ടി വിട്ടു. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരന്റെ അടുത്ത ബന്ധുവാണ് ബിജെപി വിട്ട ഹരികുമാർ. ഇനി സിപിഎമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് ഹരികുമാർ വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ സിപിഎമ്മുകാരായ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. സിപിഎം പ്രവർത്തകരായ ടി.സി. വി. നന്ദകുമാർ, വി. കെ. നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. വി. കെ. നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ്. പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമവും തെളിഞ്ഞു. പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. വയനാട്ടിൽ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിന് പിന്നാലെയാണ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചത് എന്നാണ് വിവരം. തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് വിമത സ്ഥാനാർത്ഥിയായാണ് ജഷീർ പത്രിക നൽകിയിരുന്നത്. കോൺഗ്രസിൽ വിശ്വാസമുണ്ടെന്നും പാർട്ടിക്ക് കളങ്കം വരുത്തില്ലെന്നും ജഷീർ പള്ളിവയൽ പ്രതികരിച്ചു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. കേരള ബാങ്കിന് പുതിയ ഭരണസമിതി. സിപിഎം മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനൻ മാസ്റ്റർ പ്രസിഡന്റായും മുൻ MLA അഡ്വക്കേറ്റ് ടി. വി. രാജേഷ് വൈസ് പ്രസിഡന്റായും സ്ഥാനമേറ്റു. ഇന്നലെ വോട്ടെണ്ണലിൽ വിജയിച്ചതിന് പിന്നാലെയാണ് ഇരുവരും ചുമതലയേറ്റത്. കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചായിരുന്നു വോട്ടെണ്ണൽ. കൊച്ചിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ വിട്ടയച്ചു. സംശയാസ്പദമായി ഒന്നുമില്ലെന്നും അതിനാലാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതെന്നും എറണാകുളം സൌത്ത് റെയിൽവേ പോലീസ് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഡ്വക്കേറ്റ് BA ആളൂരിന്റെ ഓഫീസിലേക്കാണ് ബണ്ടിച്ചോർ പോയത്. ഞായറാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്ത ബണ്ടിച്ചോറിനെ ഇന്നലെ വൈകിട്ടോടെയാണ് വിട്ടയച്ചത്. നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ 2 മാസമായി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നെന്നും എന്നാൽ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും സുമയ്യ. കാട്ടാക്കട കിള്ളി സ്വദേശിയായ സുമയ്യയുടെ നെഞ്ചിലാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ഗുരുതര വീഴ്ചയെ തുടർന്നാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയതോ ഇടത്തരത്തിലോ ഉള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും നിലനിൽക്കുന്ന അന്തരീക്ഷ സ്ഥിതി കാരണം നവംബർ 26 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളുമായി BJP. രാഹുൽ ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്നും ജനാധിപത്യ പാരമ്പര്യങ്ങളെ ആവർത്തിച്ച് അവമതിക്കുന്നയാളാണ് അദ്ദേഹമെന്നും BJP ദേശീയ വക്താവ് CR കേശവൻ ആരോപിച്ചു. വോട്ടർ പട്ടിക പുതുക്കലിന്റെ മറവിൽ രാജ്യത്തുടനീളം അരാജകത്വം അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും തൽഫലമായി മാനസിക സമ്മർദ്ദം മൂലം 3 ആഴ്ചക്കിടെ 14 BLOമാർ മരിച്ചെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. SIR ഒരു പരിഷ്കാരമല്ല, മറിച്ച് അടിച്ചേൽപ്പിക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. അധികാരത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യം ബലികഴിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുടെ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിക്കുകയോ ജീവനൊടുക്കുകയോ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. കേരളം ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിലെ മരണപ്പെട്ട 14 BLOമാരുടെ പേരുകളും ചിത്രങ്ങളുമാണ് കോൺഗ്രസ് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. ഡെൽറ്റ ജില്ലകളിലും തെക്കൻ തമിഴ്നാട്ടിലും വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകൾ വൻ ദുരന്തത്തിലായി. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. യൂട്യൂബറെ ആക്രമിച്ച കേസിൽ 4 TVK പ്രവർത്തകർ ചെന്നൈയിൽ അറസ്റ്റിൽ. വിജയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ യൂട്യൂബർ കിരൺ ബ്രൂസിനെ ആക്രമിച്ചതിനാണ് അറസ്റ്റ്. വടപളനി സ്വദേശികളായ ധനുഷ്, അശോക്, പാർത്ഥസാരഥി, ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരു തമ്മനഹള്ളിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
ആന്ധ്രാപ്രദേശ് സ്വദേശിയും BBM വിദ്യാർത്ഥിനിയുമായ 21-കാരി ദേവിശ്രീയാണ് മരിച്ചത്. ഫ്ളാറ്റിൽ ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് പ്രേംവർദ്ധനെ കാണാനില്ല. ആൺസുഹൃത്ത് പ്രേംവർദ്ധന് ഒപ്പമായിരുന്നു ദേവിശ്രീ സുഹൃത്തായ മാനസയുടെ ഫ്ളാറ്റിൽ എത്തിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ മാനസ തിരികെ ഫ്ളാറ്റിൽ എത്തിയപ്പോഴാണ് ദേവിശ്രീയെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണുന്നത്. മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഇന്നലെ പുഖാവോയിലും ദൊലൈതാബി ഡാമിന് സമീപത്തുമാണ് ഏറ്റുമുട്ടലുണ്ടായത്. കുടിയൊഴിപ്പിക്കപ്പെട്ടവർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ബീഹാറിലെ 7 നേതാക്കളെ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അച്ചടക്കം ലംഘിച്ചുവെന്നും ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നടപടി. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ ക്രമീകരണവുമായി സർക്കാർ. സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ പകുതി ജീവനക്കാർ മാത്രം നേരിട്ട് ഓഫീസിലെത്തി ജോലി ചെയ്താൽ മതി. ബാക്കിയുള്ള 50% പേർക്ക് വർക്ക് ഫ്രം ഹോം നൽകണമെന്നാണ് നിർദ്ദേശം. എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ലെവൽ 3 പ്രകാരമാണ് ഈ നിർദ്ദേശം. ഡൽഹി വായുമലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായവരിൽ മലയാളികളും. തൃശൂർ മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. ദില്ലിയിലെ 2 പോലീസ് സ്റ്റേഷനുകളിലായാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരെയും പട്യാല കോടതിയിൽ ഹാജരാക്കി. ഒരാൾ നിയമബിരുദ വിദ്യാർത്ഥിയും ഒരാൾ നിയമബിരുദം പൂർത്തിയാക്കിയ ആളുമാണ്. വായുമലിനീകരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയവർ അർബൻ നക്സലുകളാണെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം. വായുമലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യ ഗേറ്റിൽ ഞായറാഴ്ചയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസ് ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ദില്ലി വിമാനത്താവളത്തിൽ വിമാനം റൺവേ മാറിയിറങ്ങി. ലാൻഡിംഗ് റൺവേയ്ക്ക് പകരം വിമാനം ടേക്ക് ഓഫ് റൺവേയിലാണ് ഇറങ്ങിയത്. ടേക്ക് ഓഫ് റൺവേയിൽ മറ്റു വിമാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. കാബൂളിൽ നിന്നുള്ള അരിയാന അഫ്ഗാൻ എയർലൈൻസ് വിമാനമാണ് റൺവേ മാറി ഇറങ്ങിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. എത്യോപ്യയിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുയർന്ന കട്ടിയുള്ള കരിമേഘ പടലം വടക്കൻ ഇന്ത്യയിലേക്ക് നീങ്ങുന്നതിനാൽ കൊച്ചിയിലേക്കുള്ളതടക്കം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. അഗ്നിപർവ്വതചാരം വിമാന എഞ്ചിനുകൾക്ക് ഗുരുതരമായ തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ആകാശ എയർ, ഇൻഡിഗോ, KLM തുടങ്ങിയ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 12,000 വർഷത്തിനിടെ ആദ്യമായി ഞായറാഴ്ചയാണ് എത്യോപ്യയിലെ ഹെയ്ലെ ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഇന്ത്യൻ യാത്രക്കാരിയെ ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ 18 മണിക്കൂറിലധികം തടഞ്ഞുവെക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. നവംബർ 21-ന് ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പേംവാങ് തോങ്ഡോക് എന്ന യാത്രക്കാരിയാണ് ഷാങ്ഹായ് പുഡോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തടങ്കലിലായത്. അവരുടെ ജന്മസ്ഥലം അരുണാചൽ പ്രദേശ് ആയതിനാൽ അത് ചൈനീസ് പ്രദേശമാണ് എന്ന വിചിത്രമായ വാദമുയർത്തിയാണ് ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞുവച്ചത്. സംഭവത്തിൽ ഇന്ത്യ ചൈനയ്ക്കെതിരെ ശക്തമായ നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത്തരം കാരണങ്ങളുടെ പേരിൽ ഒരു യാത്രക്കാരിയെ തടഞ്ഞുവെക്കുന്നത് അസംബന്ധവും അസ്വീകാര്യവുമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ബീജിംഗിലെ ചൈനീസ് സർക്കാരിനും ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസിക്കും ഇന്ത്യ ശക്തമായ നയതന്ത്ര പ്രതിഷേധക്കുറിപ്പും കൈമാറി. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് അപകടത്തിൽ തകർന്ന സംഭവത്തിന് ശേഷവും എയർ ഷോ തുടർന്നതിൽ വിശദീകരണവുമായി സംഘാടകർ. ദുബായ് എയർ ഷോ സംഘാടകരാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. തേജസ് അപകടത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ നമൻ ഷെസ്യാലിന് ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ് എയർ ഷോ പുനരാരംഭിച്ചതെന്ന് അധികൃതർ വിശദീകരിച്ചു. തേജസ് വിമാനാപകടം നടന്നതിന് പിന്നാലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീഡിയോ പകർത്തിയ പാക് മാധ്യമ പ്രവർത്തകന് രൂക്ഷ വിമർശനം. ദുബായ് എയർ ഷോയിലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്.
സംഭവത്തിന്റെ ദാരുണ ദൃശ്യങ്ങൾ പകർത്തിയ പാക് മാധ്യമ പ്രവർത്തകൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദുരന്തത്തെക്കുറിച്ച് പറയുന്നതിന്റെ ശബ്ദം വീഡിയോയിൽ ഉണ്ടായിരുന്നു. യുകെയിൽ അതിസമ്പന്നർക്ക് മേൽ അധിക നികുതി ചുമത്താനുള്ള ലേബർ പാർട്ടി സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ രാജ്യം വിടാനൊരുങ്ങി ഇന്ത്യൻ വംശജനായ അതിസമ്പന്നനായ ലക്ഷ്മി മിത്തൽ. ഉരുക്ക് വ്യവസായികളിൽ പ്രധാനിയും യുകെയിൽ സ്ഥിരതാമസമാക്കിയ ആളുമാണ് ലക്ഷ്മി മിത്തൽ. രാജസ്ഥാൻ സ്വദേശിയായ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉരുക്ക് കമ്പനിയുടെ ഉടമയാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ആർസെലർ മിത്തൽ കമ്പനിയുടെ 40% ഓഹരിയും. കബഡി ലോക കിരീടം നേടി ഇന്ത്യൻ വനിതകൾ. 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഫൈനലിൽ ചൈനീസ് തായ്പേയിയെ 35-28 തകർത്താണ് ഇന്ത്യ തുടർച്ചയായ 2ാം കിരീടം സ്വന്തമാക്കിയത്. ടൂർണമെന്റിലുടനീളം മികച്ച ഫോം നിലനിർത്തിയ ഇന്ത്യ ഒരു മത്സരവും തോൽക്കാതെയാണ് കിരീടമണിഞ്ഞത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിലും ഇന്ത്യയുടെ നില പരുങ്ങലിൽ. 1ാം ഇന്നിംഗ്സിൽ 201 റൺസിന് പുറത്തായ ഇന്ത്യ 288 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി. ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിക്കാതെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 26 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ 314 റൺസിന്റെ ലീഡാണ് ഉള്ളത്. 2 ദിവസം ശേഷിക്കെ ഗുവാഹട്ടിയിൽ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യയ്ക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനത്തിന് പിന്നാലെ പരിശീലകൻ ഗൌതം ഗംഭീറിനെതിരെ ആരാധകരുടെ പ്രതിഷേധം. ഗംഭീറിനെ പുറത്താക്കൂ എന്ന ഹാഷ്ടാഗ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.